Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇംഗ്ലണ്ടിൽ പൊതുസ്ഥലങ്ങളിൽ ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റുകൾ. ഇംഗ്ലണ്ടിൽ പൊതുസ്ഥലങ്ങളിലെ ടോയ്ലറ്റുകൾ ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിരിക്കുമെന്ന നിർദ്ദേശം നിലവിൽ വരുന്നു. പുതിയതായി നിർമ്മിക്കുന്ന നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ ബാധകമാണ്. 2021 ഈ പുതിയ നിർദ്ദേശം സർക്കാരിന്റെ മുന്നിലെത്തിയത്. അന്നു മുതൽ ഈ നിർദ്ദേശം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ആക്ഷേപം ശക്തമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏതുതരം ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ട്രാൻസ്ജെൻഡർ പെട്ടവർക്ക് ഇതുവരെ ബദൽ പദ്ധതികളൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതുവായി ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിൽ പോകാൻ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ പല സ്കൂളുകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നേരത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട രോഗികളെ വാർഡുകളിൽ താമസിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ NHS പുതിയ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഇനി മുതൽ സിംഗിൾ സെക്സ് ഫീമെയിൽ വാർഡുകളിൽ പ്രവേശിപ്പിക്കുകയില്ല. ബയോളജിക്കൽ സെക്സിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. പുരുഷന്മാരുടെ കാര്യത്തിലും സമാനമായ നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരെയും ഇനി മുതൽ സിംഗിൾ സെക്സ് മെയിൽ വാർഡുകളിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇതിനർത്ഥം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് അനുയോജ്യമായ ഒറ്റമുറികൾ നൽകേണ്ടതായി വരും. ഇത് പ്രധാനമായും രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് നടപ്പിലാക്കുന്നത് എന്നതാണ് സർക്കാരിന്റെ നിലപാടും. ബ്രാഡ്ഫോർഡിൽ വീടിന് തീപിടിച്ച് 10 വയസ്സുകാരിയായ പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടു. 37 വയസ്സുള്ള ഒരു സ്ത്രീയും 11, 6, 3 പ്രായമുള്ള 3 കുട്ടികളും പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് കിങ്സ്ഡെയിൽ ഡ്രൈവിൽ വീടിന് ഗുരുതരമായ തീപിടുത്തമുണ്ടായതായി യോർക്ക്ഷയർ പോലീസിന് വിവരം ലഭിച്ചത്. ഇത് തികച്ചും ദാരുണമായ സംഭവമാണെന്നും ദുരന്തം നേരിട്ട കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും ബ്രാഡ്ഫോർഡ് ജില്ലാ പോലീസിലെ ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ ഷഹീർ അബ്ബാസ് പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അഗ്നിശമന സേന നടത്തിയ അന്വേഷണത്തിൽ സംശയിക്കുന്ന തരത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളും. കൗൺസിലുകളിലെ പരാജയം വൻ നികുതി ഇളവുകൾക്കായി സുനാക്കിന് മേൽ സമ്മർദ്ദം. കൗൺസിൽ തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി നേരിട്ടതോടെ വൻ നികുതി ഇളവുകൾക്കായി സുനാക്കിന് മേൽ സമ്മർദ്ദവുമായി കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി വൻ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കണമെന്ന് അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. സാധാരണ പാർട്ടി അനുഭാവികൾ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയിൽ അസംതൃപ്തരും രോഷാകുലരുമാണെന്ന് മുൻ നേതാവ് ഇയാൻ ഡൻകൻ സ്മിത്ത് പറഞ്ഞു. എന്നാൽ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോയാൽ പൊതു തിരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള സാധ്യത ഇനിയുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പുറത്തുവന്ന മോശം ഫലത്തെ മറികടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുജന താൽപര്യം മുൻനിർത്തിയുള്ളതാകണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നിലവിലുള്ളവരും വിരമിച്ചവരുമായ സൈനികരുടെ വിവരങ്ങൾ ചോർത്തി. വീണ്ടും സൈബർ ഹാക്കിംഗിൽ നടുങ്ങി UK. പ്രതിരോധ സെക്രട്ടറി ഇന്ന് MP-മാരെ അഭിമുഖീകരിക്കും. രാജ്യത്തെ സൈനികരുടെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയ കമ്പ്യൂട്ടർ സെർവറുകളിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യങ്ങളിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ സായുധ സേനയിൽ ജോലി ചെയ്യുന്നവരുടെയും വിരമിച്ചവരുടെയും ഉൾപ്പെടെയുള്ള പേരുകളും ബാങ്ക് വിവരങ്ങളും അടങ്ങിയ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിക്കുന്ന പേറോൾ സംവിധാനമാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഹാക്ക് ചെയ്തതിന് പിന്നിൽ ആരാണെന്നോ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഒരു ബാഹ്യ കരാറുകാരനാണ് വിവരങ്ങളടങ്ങിയ സെർവർ കൈകാര്യം ചെയ്തിരുന്നത്. കടന്നുകയറ്റം നടന്നതായി സൂചന ലഭിച്ച ഉടനെ സെർവറുമായുള്ള ഓൺലൈൻ ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഓഫ്ലൈൻ മോഡിലേക്ക് മാറുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തെക്കുറിച്ച് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് ഇന്ന് കോമൺസിൽ MP-മാരെ അറിയിക്കും. ഹാക്കിങ്ങിന് പിന്നിൽ ആരാണെന്നുള്ളത് അറിവായിട്ടില്ലെങ്കിലും UK രാഷ്ട്രീയത്തിലും ജനാധിപത്യ പ്രക്രിയകളിലും ഇടപെടാൻ ശ്രമിക്കുന്ന സൈബർ ഹാക്കിങ്ങിന് പിന്നിൽ റഷ്യൻ ഇന്റലിജൻസ് ആണെന്ന് 2023 ഡിസംബറിൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഒട്ടേറെ സൈബർ ആക്രമണങ്ങൾ UK-യിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം സൈബർ ഹണി ട്രാപ്പിൽ മന്ത്രിയും MP-മാരും മുതിർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പത്രപ്രവർത്തകരും കുടുങ്ങിയ സംഭവം വൻ വാർത്താ പ്രാധാന്യത്തോടെയാണ് UK-യിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആ സംഭവം വിവാദമായതോടെ കൺസർവേറ്റീവ് MP വില്യം ബ്രാഗ് പാർട്ടി വിപ്പ് സ്ഥാനം രാജിവെച്ചിരുന്നു. ആസ്മയ്ക്ക് നൽകിവരുന്ന മരുന്നിന് കടുത്ത പാർശ്വഫലങ്ങൾ. സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ 14-കാരന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ മരുന്നിന്റെ പാർശ്വഫലങ്ങളാണോ എന്ന് സംശയം. മരുന്നുകളെക്കുറിച്ച് കൂടുതൽ മുന്നറിയിപ്പ് ചേർക്കുമെന്ന് MHRA. UK-യിൽ
കുട്ടികൾക്ക് ആസ്മയ്ക്കും ശ്വാസം മുട്ടലിനും നൽകുന്ന മരുന്നുകൾ കടുത്ത പാർശ്വഫലങ്ങൾ ഉളവാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 9 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 500-ലധികം പ്രതികൂല ന്യൂറോ സൈക്യാട്രിക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ ഈ മരുന്നുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് കടുത്ത മുന്നറിയിപ്പാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സിംഗുലയർ എന്ന ബ്രാൻഡ് നാമത്തിൽ വിൽക്കുന്ന ആസ്മ മരുന്നായ മോണ്ടലുകാസ്റ്റിന്റെ പാക്കറ്റുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ കൂടുതൽ മുന്നറിയിപ്പുകൾ ചേർക്കുമെന്ന് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി MHRA കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഉറക്കത്തകരാറുകൾ, ആക്രമണം, വിഷാദം എന്നിവ ഉൾപ്പെടുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അധികൃതർ ഈ നീക്കം പ്രഖ്യാപിച്ചത്. അപകട സാധ്യതകളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നേരത്തെ നൽകിയില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. രോഗികളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന എന്നും UK-യിലെ എല്ലാ മോണ്ടലുകാസ്റ്റ് മെഡിസിൻ പാക്കുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നും MHRA ഡോക്ടർ അലിസൺ കേവ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. ശബരിമലയിൽ 5000 പേരെ നിയമിക്കാൻ ദേവസ്വം ബോർഡ്. ഇതര സംസ്ഥാന ജീവനക്കാരെ പമ്പ കടത്തും. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രതിദിന ദർശനം 80,000 ആക്കി നിജപ്പെടുത്താനുള്ള തീരുമാനത്തോടൊപ്പം സേവന മേഖലയിൽ നിന്ന് അയ്യപ്പ സേവാ സംഘം പോലുള്ള സന്നദ്ധ സംഘടനകളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഒഴിവാക്കാനും ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. പകരം വിവിധ മേഖലകളിൽ 5000 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് തീരുമാനം. അടുത്ത മണ്ഡലകാലം മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. നേരത്തെ പമ്പ, നിലയ്ക്കൽ, ചെങ്ങന്നൂർ അടക്കം 10 സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇനി ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മുൻകൂർ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്നവർക്ക് മാത്രമേ ശബരിമല ദർശനം സാധ്യമാകൂ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 3 മാസം മുൻപേ ഓൺലൈൻ ബുക്കിംഗ് നടത്താം. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഈ പരീക്ഷണം മൂലം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇതര സംസ്ഥാന സേവന പ്രവർത്തകരെ 18ാം പടിക്ക് പുറത്തു നിർത്താനുള്ള നീക്കം നടക്കുന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനാകുമോ എന്നതിൽ ആശങ്ക. പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം. പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റുകൾ നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കവും. ഒത്തുതീർപ്പ് ഉത്തരവിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി, ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അടക്കം സംഘടനകൾ പണിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് ANTUC-യുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും സംസ്ഥാനത്തെ ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു. സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനവും. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളുടെ എണ്ണം 11ആയി വെട്ടിച്ചുരുക്കി. സ്ഥലപരിമിതി കാരണമാണ് പുതിയ തീരുമാനം. 22 സ്കൂളുകൾ തുടങ്ങാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള ട്രാക്ക് ഒരുക്കാനായിട്ട് കുറഞ്ഞത് 13 സെന്റ് സ്ഥലം വേണം. ഇതിനുള്ള സൗകര്യം ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടവയിൽ പകുതി സ്ഥലങ്ങൾക്കുമില്ല. കൂടാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വെട്ടിച്ചുരുക്കലിന് കാരണമായി. ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് 11 ബസ്സുകളിൽ മാറ്റം വരുത്തി ഇരട്ട ക്ലച്ചും ബ്രേക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിശീലനത്തിനുള്ള ഇരുചക്ര 4 ചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്കാണ്. പദ്ധതി പ്രഖ്യാപിച്ച് 2 മാസം കഴിഞ്ഞിട്ടും ടെൻഡർ വിളിച്ചിട്ടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KSRTC-യുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചതും. ഇനി സ്പോർട്സ് വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഡോട്ട്മുണ്ട് ഇന്ന് PSG-ക്കെതിരെ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ 2ാം പാദത്തിൽ ഇന്ന് PSG ഡോട്ട്മുണ്ടിനെ നേരിടും. പാരീസിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ PSG-ക്ക് ഇന്ന് വിജയം നിർബന്ധമാണ്. ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണയ്ക്കെതിരെ ആദ്യ പാദം പരാജയപ്പെട്ട ശേഷം തിരിച്ചടിച്ച് വിജയിച്ചായിരുന്നു PSG സെമിയിലെത്തിയത്. അതേപോലെ ഒരു തിരിച്ചുവരവ് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് PSG പ്രതീക്ഷിക്കുന്നത്. പാരീസിൽ വന്ന് PSG-യെ നേരിട്ടപ്പോൾ ഒരിക്കലും വിജയവുമായി മടങ്ങാൻ ഡോട്ട്മുണ്ടിനായിട്ടില്ല. പരിക്കേറ്റ ലൂക്കാസ് ഫെർണാണ്ടസ് ഇന്ന് PSG ടീമിനോടൊപ്പം ഉണ്ടാകില്ല. ഹാലറും റൈസനും ഡോട്ട്മുണ്ടിനായി കളിക്കുന്നതും സംശയമാണ്. കരീം അദിമിയും പരിക്കിന്റെ പിടിയിലാണ്. ഇന്ന് രാത്രി 12:30-നാണ് മത്സരം നടക്കുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.81 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.